ഹലോ ഗൈസ്, ഞാൻ ഷെയർ ടീച്ചറാണ്. അങ്ങനെ ഞങ്ങൾ കാത്തിരുന്ന ഫ്രൂട്ട്സ് ഡേ വന്നെത്തിട്ടോ. അത് കേട്ടപ്പോൾ മക്കൾക്കൊക്കെ ഉള്ളൊരു സന്തോഷം ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ കഴിയില്ല കേട്ടോ. എല്ലാവരും രാവിലെ ആവാൻ കാത്തിരുന്ന പോലെ കുളിച്ച് നല്ല സുന്ദര കുട്ടപ്പന്മാരായി, ഫ്രൂട്ട്സൊക്കെ ആയി, അതിൻ്റെ ചിത്രമൊക്കെ വരച്ച് കഴുത്തിലൊക്കെ അണിഞ്ഞ് നല്ല പൂപ്പാറ്റുകളെ പോലെ കേട്ടോ വന്നേ. എന്ത് ഭംഗിയാണെന്നറിയോ കാണാൻ. അവർ വരുന്നത് കാണുമ്പം തന്നെ നമുക്ക് സന്തോഷം കൊണ്ട് നമ്മുടെ മനസ്സ് നിറയും. അങ്ങനെ അവർ വന്നു. നമ്മൾ ക്ലാസ്സിലല്ല നമ്മൾ സെറ്റ് ചെയ്യാൻ കരുതിയ, പുറത്തായിരുന്നു. പക്ഷേങ്കിൽ എന്ത് ചെയ്യാനാ, നമ്മുടെ മഴയുണ്ടല്ലോ, അത് അന്നും ചതിച്ചു. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു, ക്ലാസ് തന്നെ സെറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ ക്ലാസ്സൊക്കെ ചെറുതായിട്ട് ഞങ്ങളൊന്ന് അലങ്കരിച്ചു. മക്കളും ഞങ്ങളും കൂടെ ക്ലാസ്സൊക്കെ ഒന്ന് അലങ്കരിച്ച് ഒരു എന്താ പറയാ, ഒരു ഉദ്ഘാടനമൊക്കെ ചെയ്യുന്ന പോലെയൊക്കെ ആക്കിയെടുത്തു. നല്ല രസമുണ്ടായിരുന്നു. അവർ ഭയങ്കര ഹാപ്പിയായി ഇതൊക്കെ കണ്ടപ്പോൾ. അങ്ങനെ ഞങ്ങൾ ഫ്രൂട്ട്സൊക്കെ മക്കൾ പ്ലേറ്റിലൊക്കെ വെച്ച് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് അവർ കഴുത്തിലൊക്കെ അണിഞ്ഞ് പ്ലേറ്റൊക്കെ പിടിച്ച് നിൽക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. അങ്ങനെ ഫ്രൂട്ട്സ് എല്ലാം കട്ട് ചെയ്ത് ഞങ്ങൾ ഫ്രൂട്ട് സലാഡ് ആക്കി. ആക്ച്വലി ഐസ്ക്രീം ആണല്ലോ മക്കൾക്ക് ഇഷ്ടം. ഐസ്ക്രീം ഫ്രൂട്ട് സലാഡ് എന്ന് കേൾക്കുമ്പോൾ തന്നെ മക്കൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരിക്കില്ലേ. അപ്പം ഞങ്ങൾ ഫ്രൂട്ട് സലാഡ് ആക്കി, നട്ട്സും ഒക്കെ ഇട്ട് നല്ല അടിപൊളിയാക്കി മക്കൾക്ക് കൊടുത്തു. അവരൊക്കെ നല്ല ഉഷാറായിട്ട് കഴിച്ചു. ഞങ്ങൾ നല്ല പാട്ടും ആട്ടവും ഒക്കെ ആയിട്ട് ഞങ്ങൾ അടിച്ചു പൊളിച്ചു. അന്നത്തെ ഒരു ദിവസം ശരിക്കും നല്ല രസമായിരുന്നു കേട്ടോ. ബുധനാഴ്ച ഞങ്ങള് വെനസ്ഡേ കളേഴ്സ് ഡേ അങ്ങനെയാണ് ഞങ്ങള് ഒരു ഓർഡർ. പക്ഷെങ്കിൽ ആ ബുധനാഴ്ച ഞങ്ങള് ആ കളേഴ്സ് ഡേ മാറ്റി അന്ന് ഫ്രൂട്ട്സ് ഡേ ആക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ കളിയുടെ ദിവസം എന്ന് അവർക്ക് അറിയാം. അതിന്റെ കൂടെ ഫ്രൂട്ട്സ് ഡേയും കൂടെ വന്നപ്പോ പിന്നെ പറയണ്ടല്ലോ, അവരുടെ സന്തോഷം ഇരട്ടിയായില്ലേ. അങ്ങനെ എല്ലാരും സന്തോഷത്തോടെ ഞങ്ങളെ ഫ്രൂട്ട്സ് ഡേ ആഘോഷിച്ചു. അത്രേ ഉള്ളൂ കേട്ടോ ഞങ്ങളെ ഫ്രൂട്ട്സ് ഡേ വിശേഷം. ഓക്കെ, ബൈ.